ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കൊടുക്കാറുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ബെഡിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ബെഡിൻ്റെ പൊസിഷൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 6 അടി വരാവുന്ന രീതിയിലുള്ള പൊസിഷനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. 50 സെൻറ്റിമീറ്റർ നീങ്ങി 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരുന്ന രീതിയിൽ സൈഡ് ടേബിൾ വരുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മുടെ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് ബോക്സ് വരുന്ന തടസ്സമില്ലാത്ത രീതിയിൽ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ കട്ടിൽ വരും. അപ്പോൾ ഈ കട്ടിലിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മളൊരു പിക്ചർ ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബോക്സിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ 2 സൈഡിൽ സൈഡ് ടേബിൾ, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു പിക്ചർ ലാമ്പ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പൈപ്പുകൾ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നേരെ മെയിനായിട്ട് വരുന്ന എൻട്രൻസാണ് വരുന്നത്. അത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന എൻട്രൻസ്. ആ റൂമിൻ്റെ ഡോറിനോട് ചേർന്ന് വരുന്ന എൻട്രൻസിൻ്റെ അവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിലിൻ്റെ സൈഡ് വരുന്ന ബോക്സുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 70 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ. ഇനി നമ്മളിവിടെ സീലിംഗ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം കോൺക്രീറ്റിൻ്റെ അകത്ത് ഇടുന്ന ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ റൂമുകളിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 4 കോർണറിലായിട്ട് 6 വാട്ട്സിൻ്റെ പാനൽ ലൈറ്റ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ നമ്മുടെ ബെഡ് സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ എൻട്രൻസ് സ്വിച്ചിലേക്കോ നമുക്ക് ഇടാവുന്ന രീതിയിലുള്ള പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടേ മതി. അപ്പോൾ ഇനി വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം ജംഗ്ഷനുകൾ വെച്ച് തന്നെയാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോയിരിക്കുന്നത്. എല്ലാ പൈപ്പുകളും കാണാൻ സാധിക്കും. ഇനി അടുത്ത ഏരിയ എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ ഏരിയയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ അവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയയിൽ മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു വാൾ ഡ്രോപ്സ് വരുന്നുണ്ട്. അതിൽ ചെറിയൊരു അലമാരി സിസ്റ്റം വരുന്നുണ്ട്, കബോർഡ് സിസ്റ്റം. അതിൻ്റെ അകത്ത് വരാവുന്ന രീതിയിൽ ഒരു ലൈറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു. പിന്നെ ഒരു പ്ലഗ് സ്വിച്ചിനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു. ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ആ ഡ്രസ്സിങ് ഏരിയ കഴിഞ്ഞ് ബാത്റൂമിൻ്റെ എൻട്രൻസ് വരുന്നത്. അവിടെ നമുക്ക് 2 മോഡലിൻ്റെ ബോക്സ് കൊടുത്തു. എൻട്രൻസിൻ്റെ വരുന്നത് എക്സോസ്റ്റ് വഴി കൊടുക്കാം, പിന്നെ സാധാ ലൈറ്റ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. പിന്നെ അടുത്ത ഏരിയ ബാത്റൂമിൻ്റെ അകത്ത് വാഷ് ബേസൻ, അടുത്ത് നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കുളിക്കുന്ന ഏരിയ. അങ്ങേ അറ്റത്താണ് നമുക്ക് കുളിക്കുന്ന ഏരിയ വരുന്നത്. അപ്പോൾ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, സാധാരണ നോർമൽ ലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്ന നമ്മുടെ മെയിൻ ബെഡ്റൂമിൻ്റെ മെയിൻ ഏരിയയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ സീലിംഗ് എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് സീലിങ്ങിൽ ലൈറ്റ്സുകൾ കൊടുത്തു. അതിന് വേണ്ട കണക്ഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സ്വിച്ച് ബോർഡുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സൈഡ് ടേബിളിൻ്റെ മുകളിൽ വരാവുന്ന രീതിയിൽ. പിന്നെ നമ്മൾ മെയിനായിട്ട് എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ സിസ്റ്റത്തിൻ്റെ ഏരിയയൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 110 സെൻറ്റിമീറ്ററിൽ നമുക്ക് കൊടുത്താൽ മതി. പിന്നെ വരുന്ന ബാക്കി എല്ലാം തന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ബാത്റൂമിൻ്റെ എൻട്രൻസ് വർക്ക് ചെയ്യുക, നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ ഇതെല്ലാം വരുന്നത്. പിന്നെ എക്സോസ്റ്റിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എക്സോസ്റ്റിൻ്റെ ഏരിയയിൽ മുകളിൽ ഹീറ്റർ കാര്യങ്ങൾ വരുന്ന സമയത്ത് മുകളിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഹീറ്ററിനുള്ള പോയിന്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്നതും 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.